നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകുക. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിനോട് പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള സന്ദേശം എന്താണ്? എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഓക്കെ, എന്ത് സന്ദേശമാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? എന്താണ് കറണ്ട് എനർജി? ഓക്കെ, നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ചില കാര്യങ്ങളുടെ അവസാനവും മറ്റു ചില കാര്യങ്ങളുടെ തുടക്കവുമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചില ഗൈഡൻസിൻ്റെ ഫലമായിട്ട്, ചില വ്യക്തികളുടെ ഉപദേശത്തിൻ്റെയോ ചില ഗൈഡൻസിൻ്റെയോ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില സൈക്കിളുകൾ നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ സാധിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദയത്തിൻ്റെ ടൈമാണ്, ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മനോബലം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം തന്നെ തട്ടി മറിച്ചുകൊണ്ട് ആത്മധൈര്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായി കാണുന്നുണ്ട്. കെഡ്മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി, പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ഇന്നർ പവർ കിട്ടിയിരിക്കുന്നു, ഇന്നർ സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് കുതിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, ചലഞ്ച് ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. തളർന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് പോരാടുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങളുടെ കർമ്മകളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. നിങ്ങളെ തളർത്തിയിരുന്ന വിഷയങ്ങളിലെല്ലാം നിങ്ങൾ തളർന്നു പോയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യുകയും നിങ്ങൾ അതിനോട് പോരാടി വിജയിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നതായി കാണുന്നുണ്ട്. ഒരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങൾ ഓപ്പൺ ആകാൻ പോകുന്നു. ചില വ്യക്തികളിൽ നിന്നുമുള്ള ഉപദേശങ്ങൾ നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഉള്ളിലെ പവറിനെ വർദ്ധിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ലഭിച്ചിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മാറ്റത്തിന് നിങ്ങളുടെ മനസ്സും ശരീരവും തയ്യാറായിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള പെയിൻ സിറ്റുവേഷൻ എന്തായിരുന്നു? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളെ തകർത്തതും നിങ്ങൾ വേദനിച്ചതുമായിട്ടുള്ള പെയിൻ സിറ്റുവേഷൻ എന്തായിരുന്നു? ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ചില സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നിരുന്നു. നിങ്ങൾ ഒറ്റപ്പെടുത്തിയിരുന്ന നിമിഷങ്ങൾ ഉള്ളതായി കാണുന്നു. മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥകൾ. എന്തിനാണ് ഞാൻ ഈ ഒരു വഴിയെ പോയത്, എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ കൃത്യതയില്ലാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു. ആരും സഹായമില്ലാത്ത അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയിരുന്ന ചില അവസ്ഥകൾ മാത്രമായിരുന്നു നിങ്ങൾക്ക് കൂട്ടിനുണ്ടായിരുന്നത്. ഓക്കെ, ഒരുപാട് അപമാനങ്ങൾ സഹിച്ച് ചില സ്ഥലങ്ങളിൽ നിന്നും മാറിപ്പോകേണ്ടി വന്ന സാഹചര്യം പോലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇത് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങളത് ചെയ്തു എന്ന് മറ്റു ചില വ്യക്തികൾ വാദിക്കുകയും നിങ്ങൾക്ക് അപമാന ഭയം കൊണ്ട് അല്ലെങ്കിൽ മാനസികമായി തകർന്നിട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് മാറിപ്പോരേണ്ടി വന്നിരുന്നതായിട്ടുള്ള സിറ്റുവേഷനും ഇവിടെ ഉണ്ടായതായി കാണുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് നഷ്ടമായി പോയിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. അത് നിങ്ങളിലേക്ക് വരാതെ പോയത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആർക്കെങ്കിലും സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് തിരിച്ചു തരികയോ അവർ നിങ്ങളെ ചതിക്കുകയോ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്തതായിട്ടുള്ള പല കാര്യങ്ങളും കൃത്യസമയത്ത് നടക്കാതെ പോയതിൽ നിങ്ങൾക്ക് വേദന ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷയോടെ ചില കാര്യങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. ആ പ്രതീക്ഷകളൊന്നും നിങ്ങൾക്ക് ഇതുവരെ നടക്കാത്തതിലും നിങ്ങൾക്ക് വേദനകൾ അനുഭവിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ വന്നു ചേരുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്താണ് ഉടൻ തന്നെ കടന്നു വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയാണ്. ഇതിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇതിന് പ്രപഞ്ചത്തിന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല.
ഓക്കെ, അത് നമ്മൾ തന്നെ തീർത്തിരിക്കുന്നതായിട്ടുള്ള ചില കംഫർട്ട് സോണാണ്, മാനസിക ബന്ധനങ്ങളാണ്. ആ ബന്ധനത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. നമ്മളുടെ തോന്നലുകളാണ്, ഇതെല്ലാം എൻ്റെ തോന്നലാണ്, അയ്യോ അത് എൻ്റെ തോന്നലല്ലേ, അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ വാദിക്കുമ്പോഴും നമ്മളുടെ ഉള്ളിലെ ഭയങ്ങളും ചിന്തകളും മാത്രമാണ് നമ്മളെ ചില ഇരുട്ടറകളിലേക്ക് സന്തോഷിക്കാൻ അനുവദിക്കാതെ നമ്മളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത്. അത് നമ്മൾ തന്നെ തീർത്തിരിക്കുന്നതായിട്ടുള്ള കംഫർട്ട് സോണാണ്. അത് നിങ്ങൾ പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെയാണ് പൊട്ടിക്കേണ്ടത്. കാരണം അതിൻ്റെ ചരട് അത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ അനുഭവിച്ചതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും ഇവിടെ എൻഡ് ആയിരിക്കുന്നു. നമ്മൾ നേരത്തെ എടുത്തതിൽ എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്? എൻഡ്, ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എൻഡായിട്ട് ചില പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അത് എന്ത് തന്നെയാണെങ്കിലും, അതൊരു പുതിയ ജീവിതം തുടങ്ങുന്നതിനാണെങ്കിലും, ഒരു ജോലി തുടങ്ങുന്നതിനാണെങ്കിലും, റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിലും, നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ചില കാര്യങ്ങൾ തിരികെ വന്ന് നിങ്ങളുമായി പുതിയ ഒരു ലൈഫ് തുടങ്ങുന്നതിനാണെങ്കിലും ഒക്കെ ഇവിടെ ഒരു തുടക്കത്തിനുള്ള ഒരു കാർഡാണ്. അപ്പം മനസ്സിൽ നിങ്ങൾ എന്ത് കാര്യമാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും അതിനുള്ള അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അതിന് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസോടുകൂടി നിങ്ങൾ പോകണം. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ജ്ഞാനം നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്മൾ എടുത്ത് ചാടുമ്പോൾ അത് എത്രത്തോളം അകത്തിലേക്കാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നും എടുക്കേണ്ടത് നല്ലതായിരിക്കും എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് 6 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. 6 ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു തീരത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, പ്രപഞ്ചത്തിൽ നിന്നുള്ള ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില സ്ഥലത്ത് നിന്നും മാറി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മളെ വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹെൽത്ത് പരമായോ മെറ്റലിസ്റ്റിക് പരമായിട്ടോ റിലേഷൻ സംബന്ധമായിട്ടോ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ അത് ബാലൻസ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ പുതിയ തുടക്കങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. നിറഞ്ഞു കവിയുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സാധിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഡോഗിനെ കാണാൻ സാധിക്കും. ഇവിടെയും ഒരു വൈറ്റ് പീജിയൻ പ്രാവിനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത് രണ്ടും സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള ഒരു സപ്പോർട്ട്, ദൈവികമായിട്ടുള്ള ഒരു നിയന്ത്രണം നിങ്ങളെ ഇനി മുന്നോട്ട് നയിക്കുന്നതായിട്ടുള്ള ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നു. അതിന് എന്ത് വേണമെന്നുകൂടി പ്രപഞ്ചം പറയുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം ഇറങ്ങിത്തിരിക്കണം. ഓക്കെ, ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള ഈ ഒരു നെഗറ്റീവ് ചിന്തകളും ഇല്ലാത്ത ഭയവും ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെയും റിലീസ് ചെയ്ത് നിങ്ങൾ തന്നെ ചില കെട്ടുകൾ അഴിച്ച് പുറത്ത് വരുമ്പോഴാണ് ഈ ഒരു ബ്ലെസ്സിങ് കിട്ടുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് ദൈവം നമ്മളെ അടിച്ചേൽപ്പിക്കുകയോ നമ്മളിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മുടെ കയ്യിൽ കൊണ്ട് തരികയോ നമ്മുടെ മുമ്പിൽ കൊണ്ട് തരികയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ട് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ദൈവമേ, ഞാൻ ഇന്ന വഴിക്ക് പോകുന്നുണ്ട്, അതെനിക്ക് നടക്കും, എൻ്റെ ഉള്ളിൽ അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നടത്തിയെടുക്കും. എൻ്റെ ജീവിതത്തിൽ 1 അല്ല 2 അല്ല 3 അല്ല എത്ര പരാജയങ്ങൾ ഫേസ് ചെയ്തിരുന്നാലും ഞാൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും. നമ്മൾ കുഞ്ഞുനാളിൽ വീണു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? പിച്ച വെക്കുന്ന സമയത്ത്, ഒരു വണ്ടി സൈക്കിൾ ചവിട്ടി പഠിക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ വീണു പോയിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അയ്യോ വീണുപോയി, ഇനി എനിക്കൊരിക്കലും ഇത് പറ്റില്ല, എനിക്ക് മാത്രം ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നും സൈക്കിൾ ചവിട്ടാൻ പേടിയായിരിക്കാം. അവർക്കൊരിക്കലും ആ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല. ഇപ്പം വണ്ടി ഓടിക്കാൻ, സ്കൂട്ടി ഓടിക്കാൻ ഭയമുള്ളവരുണ്ട്. ഓക്കെ, അവർക്ക് ഇപ്പോഴും ആ ഒരു മേഖലയിലേക്ക് കടന്നു പോകാൻ അവർക്ക് പറ്റില്ല. അവർ ഒതുങ്ങിപ്പോകും. പിന്നെ ജീവിതത്തിൽ നമുക്കത് കിട്ടത്തില്ല. റിസ്ക് എടുക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ വിചാരിക്കുന്ന വണ്ടി അങ്ങനെ ഇടിക്കും, വണ്ടി അങ്ങനെ തട്ടും, എനിക്ക് മുറിവേക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എങ്കിലും ആ റിസ്ക് എടുക്കാൻ ആരൊക്കെയാണോ തയ്യാറായത് അവരൊക്കെയാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത് അല്ലേ? എന്തിന് ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം വീണ് കരഞ്ഞു എങ്കിലും വീണ്ടും പിടിച്ചെഴുന്നേൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് പ്രപഞ്ചം നമുക്ക് തരുന്നതായിട്ടുള്ള ഇന്നർ സ്ട്രെങ്ത് ആണ്. അത് വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കേണ്ട കാര്യമാണ്. ദൈവമേ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കണേന്ന്. എഴുന്നേൽപ്പിക്കത്തില്ല. കാരണം എഴുന്നേൽപ്പിക്കാൻ യൂണിവേഴ്സിന് അറിയാം എപ്പോഴാണ് നമുക്ക് അതിനുള്ള സാഹചര്യമില്ല, അതിനുള്ള ആരോഗ്യമില്ല എന്ന് പ്രപഞ്ചത്തിന് അറിയാവുന്ന സമയത്ത് നമ്മളെ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടുപോകും. ഓക്കെ, അപ്പം ഇവിടെ ഒരു കൈവെള്ള കാണിക്കുന്നുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾ മൊത്തത്തിൽ തളർന്നു പോയിരിക്കുന്നു, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. നിങ്ങൾ ഈ നെഗറ്റീവ് എനർജിയെ മാറ്റുകയാണെങ്കിൽ പ്രപഞ്ചത്തിന് നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നും പുറത്തു വരേണ്ടത് നിങ്ങളാണ് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. 2 കാർഡും ഒരുപോലെയുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സാധ്യമാക്കുകയുള്ളൂ എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ റീഡിങ്ങിൻ്റെ ഓവറോൾ എനർജി എന്താണ്? പ്ലീസ് ടെൽ മീ മദർ യൂണിവേഴ്സ്. ഇതുപോലെ തൻ്റെ നെഗറ്റീവ് ചിന്തകളും വേദനകളും എല്ലാം നമ്മളായിട്ട് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള കാര്യം എന്താണെന്ന് പ്രപഞ്ചം നൽകുന്ന ഓവറോൾ എനർജി. ഓക്കെ, എല്ലാ അബണ്ടൻസും സക്സസ്സും നമ്മളെ തേടിയെത്തും എന്നിവിടെ പറയുന്നുണ്ട്. നമ്മുടെ മാനസികാവസ്ഥയെ തകർക്കുന്നതായിട്ടുള്ള എന്ത് ചെറിയ ഇൻഫെക്ഷൻ ആണോ ഉള്ളത്, ആ ഇൻഫെക്ഷനെ കണ്ടുപിടിച്ച് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും ഈ പ്രപഞ്ചത്തിൽ നിന്നും ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കും. അബണ്ടൻസും സക്സസ്സുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിത് ഇഗ്നോർ ചെയ്ത് ഈ വീഡിയോയിലൂടെ പ്രപഞ്ചശക്തി, നിങ്ങൾ ഏത് ആരാധനാമൂർത്തിയാണോ വിശ്വസിക്കുന്നത്, ഏത് വിശ്വാസത്തിലാണോ ഉള്ളത്, ആ വിശ്വാസത്തിലുള്ള ദൈവം തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിരിക്കും. അതിന് നിങ്ങളൊന്ന് പുഞ്ചിരിച്ചാൽ മാത്രം മതി. നിങ്ങളൊന്ന് ചിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും. നിങ്ങൾ പറയുക, നിങ്ങൾ വിജയിക്കും, നിങ്ങൾക്ക് സക്സസ് വരും. ഓക്കെ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ മനോബലം മാത്രം മതി. നിങ്ങളുടെ മനസ്സിനെ നേരെയാക്കുക, നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജനുവരി 30-ാം തീയതി ടാരോ കാർഡിൻ്റെ ക്ലാസ്സുകളെല്ലാം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലളിതമായിട്ടുള്ള രീതിയിലാണ്, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ 78 കാർഡ്സുകളും അതിൻ്റെ അർത്ഥങ്ങളും ഓരോ അർത്ഥങ്ങളും എന്തിനെക്കുറിച്ചാണ് എന്നുള്ളതിനെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കാർഡുകളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് സംശയമുള്ളത് ചോദിക്കുന്നതിന് ഗ്രൂപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂം മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കൽ ക്ലാസ്സുകളും അതിലൂടെ നൽകുന്നതായിരിക്കും. ഓക്കെ, താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുവദിക്കുന്നുവെങ്കിൽ എനിക്കിത് പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ കാര്യത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഇത് നിങ്ങൾക്ക് കൃത്യമായി എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തടസ്സം വന്നിരിക്കുന്നത്, അതിനെന്ത് പരിഹാരങ്ങൾ ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിട്ടും ഇത് ഉപയോഗിക്കാം. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങൾക്കിത് ഉപയോഗപ്പെടുന്നത്. ഓക്കെ, താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.